അന്ന് ആ കോഫി ഷോപ്പിൽ വെച്ച് എന്നോട് പറഞ്ഞത് നുണയല്ലേ? എന്തോ പറ്റിപ്പോ തട്ടിപ്പോ? ബാക്കിയൊക്കെ എനിക്ക് വിശ്വാസമായി, ഈ ഒരു കാര്യം ഒഴികെ. ഞാനൊരു കള്ളനാന്ന് ലോകത്ത് ഏതെങ്കിലും കള്ളന്മാർ പറയുമായി. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാലമോഷണവും പോക്കറ്റടിയൊന്നുമല്ല. പാവപ്പെട്ടവരെ പറ്റിച്ച് ഊപ്പാടിളക്കുന്നവരുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് കുറച്ച് കാശടിച്ചു മാറ്റാൻ ഞാൻ തന്നെ തിരക്കഥ എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്ത്, ഞാൻ തന്നെ വല്ല കുഞ്ചാക്കോ ബോബനോ ബിജു മെനോനോ ഒക്കെ ആയിട്ട് ആസ്വദിച്ച് അഭിനയിക്കുന്ന ഒരു സീൻ, അത്രേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏത് തിരക്കഥയാ സംഭാഷണിച്ചു കൊണ്ടിരിക്കുന്നത്? കുറേ പാവങ്ങളുടെ പ്രാക്ക് ശാപവും കൊണ്ട് പൈലിംഗ് അടിച്ച് പണിത ഒരു ബാങ്ക്. ബാങ്കോ? ഏത് ബാങ്ക്? അതൊക്കെ ഉണ്ട്. ദേ ചാക്കോ, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോവല്ലേ. എനിക്കറിയാം, എന്നെ പറ്റിക്കല്ലേ. ആഹാ, അമ്മച്ചി അച്ചപ്പവും കൊള്ളപ്പൊക്കെ ആയിട്ട് ക്രിസ്മസ് ആവശ്യം തുടങ്ങി. എങ്ങനുണ്ട് ചാക്കോടെ വീടും നാടും ഒക്കെ നീ കണ്ടു? കണ്ടു അമ്മച്ചി, കണ്ടു. കൂട്ടത്തിൽ വേറെ ചില കാര്യങ്ങള് പറഞ്ഞു. അതെന്നെ നാടി? ഈ ചാക്കോ നമ്മൾ വിചാരിച്ച പോലെ അല്ല അമ്മച്ചി, നല്ല ഒന്നാന്തരം തരികിടയാ. നിന്റെ കയ്യിൽ ഇച്ചിരി ഇച്ചിരി പറ്റിക്കലും ഒലിപ്പിക്കലും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ചാക്കോയെ കുറിച്ച് പറഞ്ഞ ഞാനത് വിശ്വസിക്കത്തേയില്ല. അല്ലെങ്കിൽ തന്നെ എന്നാത്തിനാ മനുഷ്യന്മാര് തമ്മി ഇങ്ങനെ പറ്റിക്കുന്നേ? മരിച്ച് സ്വർഗത്തിന്റെ നരകത്തിന്റെ വാതൊക്കെ ചെല്ലുമ്പോ അവിടെ നിൽക്കുന്ന മാലാഹ ചോദിക്കും, ആരെയെങ്കിലും ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടുണ്ടോന്ന്. ഉണ്ടെന്ന് പറഞ്ഞ അപ്പൊ തന്നെ സ്വർഗത്തിന്റെ വാതിൽ മലർക്ക തുറന്നിട്ട് മാലാഹ പറയും, അങ്ങനെ സമ്പാദിച്ചതൊക്കെ കാണിച്ചു തന്നിട്ട് അകത്തോട്ട് പൊക്കോളാൻ. അപ്പോൾ നമ്മൾ സ്വന്തം കൈകളിലേക്ക് നോക്കും. എന്നിട്ട് വേദനയോടെ തിരിച്ചറിയും, പറ്റിച്ചും തമ്മിത്തല്ലിയും സ്വന്തമാക്കിയതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. എത്ര വലിയ ആനത്താഴിട്ട് പൂട്ടിയാലും മറ്റൊരാളുടെ മുതൽ നമ്മുടെ അലമാരിക്കകത്തിരിക്കുകയല്ല, അതങ്ങ് പോവും. അലമാരിക്കകത്ത് ഉണ്ടായിരുന്നതും കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. അമ്മച്ചിയുടെ ഡയലോഗ് എവിടേക്കോ കൊണ്ടു. അങ്ങനെ ചാക്കോ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, ഇതെന്റെ അവസാനത്തെ മോഷണം. Please try to understand me. Hello? Good morning. Oh, hi, Andrews. Hey, Sliva. How are you? Oh, I'm fine, thanks. Please be seated. സിയ, ഞാൻ ഇന്ന് തന്നെ UK തിരിച്ചു പോകണം. All right. അപ്പൊ അതിനു മുമ്പ് സ്ലീബെ കണ്ട് ഈ കാശം കേൾപ്പിച്ചിട്ട് പോകാന്ന് കരുതി. തീരെ സമയമില്ല. എനിക്ക് ആ സ്ട്രോങ് റൂം ഒന്ന് കണ്ട് സേഫാന്ന് ഉറപ്പിച്ച പിന്നെ ധൈര്യമായിട്ട് വരുന്ന കാശും ഗോൾഡൊക്കെ കൂടെ തട്ടാലോ. സ്ട്രോങ് റൂം ഒക്കെ കാണിച്ചു തരാം. പക്ഷെ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, വലിയ എമൗണ്ട്സ്. അതായത് സാറ് ഇപ്പം ഇത്രയും വലിയ തുക തരികയാണെങ്കിൽ ഞങ്ങൾ അത് സൂക്ഷിക്കുന്ന വേറെടുത്താ. എല്ലാവന്മാരും തരുന്ന ബ്ലാക്ക് മണിയാണേ. അയ്യോ, എല്ലാവന്മാരും മനസ്സിലായി. ഞങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ഈ 7-8 കോടി രൂപ അങ്ങോട്ട് തരുന്നോണ്ട് ചോദിക്കുക, ഈ വലിയ എമൗണ്ടുകൾ സൂക്ഷിക്കുന്ന മറ്റൊരിടം എന്ന് പറഞ്ഞത് സ്ലീവയുടെ വീട് തന്നെയല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് സമാധാനമാണ്. എല്ലാ നാട്ടിലും കിടന്ന് ഈ പറങ്കി മാവ് ഉമ്മിക്കറി ആമ കിട്ടും, അതല്ലേ? അറിയാം സാർ. ഇന്ന് സാറ്റർഡേ സ്ലീവയുടെ മക്കൾക്ക് ഹോളിഡേ. ഇത് തന്നെയല്ലേ വീട്ടിലെ ലാൻഡ് നമ്പർ? അതെ. അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം. പിള്ളേരുടെ മുറിയിലും അടുക്കളയിലും നടയിലകത്തൊക്കെ ആയിട്ട് 5-6 പൊട്ടുന്ന സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ഊക്കൻ സാധനം. ഞാൻ ഈ നമ്പർ ഡയൽ ചെയ്ത് അവിടെ ഫോൺ എടുത്താൽ സാറിന്റെ ബ്ലാക്കും വൈറ്റും കളറെല്ലാം കൂടെ ഒറ്റ പൊട്ടിന് തീരും. ഈ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു സെർവന്റിനെങ്കിലും നിർത്തിയിട്ട് പോകണം. പുറത്തന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റിനുള്ളിൽ എന്നെ പുറത്തേക്ക് കണ്ടില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്തോളാം ഞാൻ പറഞ്ഞു. വിളിക്കട്ടെ? ഹലോ, എന്നെത്ര സാറേ കൃത്യം 11:30 എന്നെ വിളിക്കണമെന്ന് പറഞ്ഞേ? ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാനോ? ആ,
സാരല്ല, ഒരു 10 മിനിറ്റിനുള്ളിൽ എന്നെ കണ്ടില്ലെങ്കിൽ പൊട്ടിച്ചോ. സാർ എന്നാ ഈ പറയുന്നത്? ആകെപ്പാടെ ഇവിടെ 5-6 പാവയ്ക്കേ ഉള്ളൂ. അത് ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിച്ചോളാം. ഓക്കെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതങ്ങ് നേരത്തെ ചോദിച്ചാൽ പോരായിരുന്ന സാറേ. അതെ, ഡോറ് തുറക്കുമ്പോ എന്തെങ്കിലും അഭ്യാസം കാണിച്ചാ പൊട്ടാൻ പോകുന്ന തന്റെ ഫാമിലി ഓർത്തോണം. സാറേ ഈ കാക്കാവ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? പോലീസിലെങ്ങാനും അറിയിക്കാൻ ശ്രമിച്ച ബ്ലാക്ക് മണി മുഴുവൻ സാറിന്റെ വീട്ടിലായിരിക്കുന്നതെന്ന് ഇൻകം ടാക്സ് ഓഫീസർ വിളിച്ച് എനിക്ക് പറയേണ്ടി വരും. ആ ലോക്കറിലിരിക്കുന്ന അത്രയും സ്വർണവും കാശും കൂടെ ഈ ബാഗിൽ വെക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ സാറിന് അതും ചെയ്യേണ്ടതെന്ന് തന്നെ. പക്ഷെ ഞാൻ ഈ ആധാരങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അത് കൃത്യമായ അഡ്രസ്സുകളിലേക്ക് ഞാൻ അയച്ചും കൊടുത്തോളാം. നന്നാവരുത്, ഒരിക്കലും നന്നാവരുത്. ഓക്കെ, താങ്ക് യു.